അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് UDF സീറ്റിന്റെ വിഭജനത്തിൽ തർക്കം. തനിച്ച് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കോർപ്പറേഷനിലെ 18 ഡിവിഷനുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചുവെന്നാണ് പരാതി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ജോസഫ് അലക്സാണ്ടർ ഇപ്പോൾ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കേൾക്കാം. UDFിന്റെ മുന്നണി സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് പക്വതയോടെയും വളരെയേറെ മനസാന്നിധ്യത്തോടു കൂടി പെരുമാറാനുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാട് ഞങ്ങൾക്കൊക്കെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 32 സീറ്റിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കോർ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ സമയമുണ്ട്. വീട്ടിൽ യോജിപ്പിന്റെ മേഖല കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായി പരിപൂർണ്ണ വിട്ടുവീഴ്ചയോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. റോഷിപാലുണ്ട്. റോഷിപാൽ, തിരുവനന്തപുരത്തിന് വലിയ ശക്തിയല്ലാത്തത് കൊണ്ടാണോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കോൺഗ്രസ് തടഞ്ഞതിലുള്ള പ്രതിഷേധം അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി പ്രഖ്യാപിക്കുമ്പോൾ ഈ സൗഹൃദ മത്സരം കോൺഗ്രസിന് ദോഷം ചെയ്യുമോ? ചുരുങ്ങിയ വാർഡുകളിലെങ്കിലും. അരുൺകുമാർ, നേരത്തെയൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ സീറ്റ് നൽകിയിരുന്നു. വളരെ നേരത്തെയൊക്കെ ഏതാണ്ട് 7 ഡിവിഷനുകളെങ്കിലും സീറ്റ് നൽകിയതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഡിവിഷനിൽ മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. ഈ തവണ RSPക്കും CMPക്കും അടക്കം സീറ്റ് നൽകിയപ്പോൾ തങ്ങളെ അവഗണിച്ചു എന്ന പരാതിയാണ്. സംസ്ഥാന വൈസ് ചെയർമാൻ കൊട്ടാരക്കര പൊന്നച്ചന്റെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ ഡിവിഷനിൽ പ്രചാരണം തുടങ്ങിയത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രചാരണത്തിന് നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായും ചിലയിടങ്ങളിൽ പൂന്തുറ അടക്കം അങ്ങനെ തീരമേഖലകളടക്കം അത് തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാകും. PJ ജോസഫ് തന്നെ വിഷയത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുമുണ്ട്. ഇങ്ങനെ ഒരു റിബലായി മത്സരിപ്പിച്ച് അല്ലെങ്കിൽ തനിച്ച് മത്സരിച്ച് UDFന് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന ആഗ്രഹമില്ല എന്ന് നേതാക്കൾ പറയുമ്പോൾ തന്നെ അവർ ആദ്യ പ്രചാരണം തുടങ്ങിയത് മേയർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന K ശബരിനാഥന്റെ ഡിവിഷനിലാണ്. മറ്റ് 17 ഇടങ്ങളിലും ഇന്ന് തന്നെ പ്രചാരണം തുടങ്ങും. 32 സ്ഥാനാർത്ഥികളെ തനിച്ച് മത്സരിപ്പിക്കുമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാൻ പറയുന്നത്. അരുൺകുമാർ, റോഷിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുള്ളിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ കഴിഞ്ഞ് പിൻവലിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതുവരെയുള്ള ഈ അസ്വാരസ്യങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ.